ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 157 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് പി നളിനിയാണ്. നളിനി തന്നെയാണ് ഇന്ന് വായിക്കുന്നതും. നളിനി വീഡിയോ ഓൺ ചെയ്തിട്ട് ഇതൊക്കെ പറഞ്ഞ് വായിച്ചോളൂ. ഓങ്കാരവും ഒക്കെ പറഞ്ഞിട്ട് വായനയും ചെയ്തോളൂ. കുറച്ചു നേരം വായിച്ചാൽ മതി. ഓം ശ്രീ സായിരാം. എന്റെ അനുഭവം കുറച്ച് വലുതാണ്, അതുകൊണ്ട് വായിക്കുന്നത് കുറച്ച് മതി. 5 മിനിറ്റ് വായിച്ചാൽ മതി. സായിരാം. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ഞാനിന്ന് വായിക്കുന്നത് ശ്രീ സത്യസായി വാണി ഭാഗം 2, സ്വാമിയുടെ പ്രഭാഷണത്തിൽ 34-ാം അധ്യായത്തിൽ ഒടിഞ്ഞ വില്ല്. മഹാശിവരാത്രി കഥ 1-ാം ദിവസം. മഹാശിവരാത്രിയെക്കുറിച്ചുള്ള പുരാണ കഥ വീരഭദ്രം വായിച്ചു വ്യാഖ്യാനിച്ചു. ധർമ്മം പഠിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് കഥ. മാൻകൂട്ടം നായാട്ടുകാരനോട് തങ്ങളെ കൊല്ലരുതെന്നും പിന്നീട് വന്ന് മരണത്തെ കൈവരിച്ചു കൊള്ളാമെന്നും സത്യം ചെയ്യുന്നെന്നും അവർ വാക്കുപാലിക്കാതിരുന്നാൽ ഹീനമായ പാപങ്ങളുടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും മറ്റും പറയുന്ന കഥ ധർമ്മതത്വങ്ങളെ പ്രചരിപ്പിക്കാനുള്ളതാണ്. ഓരോ കഥയും ഓരോ ഗുണപാഠം ചിത്രീകരിക്കുന്നു. ഈ ശിവരാത്രി മാഹാത്മ്യ കഥയും വ്യത്യസ്തമല്ല. ധർമ്മത്തിന്റെ മേന്മ വിവരിക്കുമ്പോൾ മൃഗങ്ങൾ പോലും വാചാലരാകുന്നു. മൂകം കരോതി വാചാലം. അവരുടെ വാക്കുകൾ ദൈവവചനങ്ങളാണ്. അവർ മാനുകളല്ല. അവരുടെ നാവുകൾ ഭഗവാന്റേതാണ്. മാനുകൾ ഒന്നിനു പിറകെ ഒന്നായി മരിക്കാനായി തിരിച്ചു വരാമെന്ന് സത്യം ചെയ്യുന്നു. എന്തെന്നാൽ ഓരോരുത്തർക്കും ഉറ്റവരെ നോക്കാനും ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ അനുസരിക്കാനും ഉണ്ട്. സത്യം അവരുടെ ശപഥമാണെന്നും ശപഥം തെറ്റിക്കുന്നതിൻ്റെ പാപം ഒരു ഹീനകർമ്മത്തിന് സമമാണെന്നും അവർ പറയുന്നു. അവരുടെ സങ്കടം കേട്ട് നായാട്ടുകാരൻ അവരെ പോകാൻ സമ്മതിച്ചു. അവർ പറഞ്ഞതുപോലെയുള്ള ഹീനകർമ്മങ്ങൾ ജന്മജന്മാന്തരങ്ങളായി താനും ചെയ്തിട്ടുണ്ടെന്ന് നായാട്ടുകാരനും ബോധ്യമായി. സൈരാം സൈരാം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഭയങ്കര ശബ്ദങ്ങൾ വരുന്നു. പടപടാന്നൊക്കെ എന്താണോ അറിയില്ല. അയച്ചോളൂ. നായാട്ടുകാരനും ബോധ്യമായി. അവ അക്ഷന്തവ്യവും ദുഃഖഹേതുകവുമത്രേ. കാര്യകാരണ നിയമം അതൊരു ഉരുക്കു നിയമം തന്നെയാണ്. ഓരോ പ്രവൃത്തിക്കും തക്ക ഫലം ഉണ്ടായേ തീരൂ.
ഈ കഥയിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും പാപകൃത്യം അപകടകരമായ ഒരു പരീക്ഷണമാണെന്ന് അവന് ബോധ്യമാകുന്നില്ലെന്നുള്ളതാണ്. അത് അവനെ കണ്ണുനീര് കുടിപ്പിക്കുമെന്നും അവൻ അറിയുന്നില്ല. തമോ ഗുണജന്യമായ ഈ അജ്ഞാനവും മോഹവും സത്യത്തെ മറയ്ക്കുകയും വിനാശഗർത്തത്തിൽ അവൻ അറിയാതെ തന്നെ അവനെ വീഴ്ത്തുകയും ചെയ്യും. നിങ്ങൾ ദുഃഖത്തിൽ ആഴുകയും വേദനയുടെ കടുംപിടുത്തത്തിൽ അമരുകയും ചെയ്യുമ്പോൾ ഈ ശിക്ഷ ഏതു പാപത്തിനാണെന്ന് ദൈവം വ്യക്തമാക്കുന്നില്ല. എല്ലാ അനുഭവവും ഒരു പാഠമാണെന്നും ഓരോ നഷ്ടവും വിജയമാണെന്നും നിങ്ങൾക്ക് സാമാന്യ രീതിയിൽ ഊഹിക്കാനേ പറ്റുകയുള്ളൂ. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ബന്ധിക്കുന്നതെന്നും സ്വതന്ത്രനാക്കുന്നതെന്നും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ത്രിഗുണങ്ങളിൽ നിങ്ങൾ സ്വയം ബന്ധിക്കുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ വീണ്ടും നിങ്ങൾ ബന്ധിതനാകുന്നു. നിങ്ങൾക്ക് എന്തിന്, നിരക്ഷര കുക്ഷിക്ക് പോലും വിവേകം ജന്മസിദ്ധമായിട്ടുണ്ട്. മനസാക്ഷി ധർമ്മം എന്തെന്ന് ചെവിയിൽ ഓതിത്തരുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ തിരഞ്ഞ് സ്വീകരിക്കണം. സുപ്രസിദ്ധനായ ഒരു ചിത്രകലാകാരൻ ഒരു രാജാവിൻ്റെ അടുക്കൽ വന്നു. മഹാഭാരത യുദ്ധത്തിൻ്റെ ചുവർ ചിത്രം ദർബാർ ഹാളിന്റെ ഭിത്തിയിൽ ചിത്രീകരിക്കാൻ രാജാവ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പ്രശസ്തിയൊന്നുമില്ലാതിരുന്ന ഒരു ചിത്രകലാകാരൻ എതിരെയുള്ള ഭിത്തിയിൽ ചിത്രം വരയ്ക്കാൻ അനുവാദം ചോദിച്ചു. രണ്ടു ഭിത്തികളുടെയും ഇടയ്ക്ക് തിരശീല അല്ലെങ്കിൽ കർട്ടൻ ഉണ്ടെന്നിരുന്നാലും ആദ്യത്തെ ചിത്രകാരൻ എടുക്കുന്ന അത്രയും സമയം കൊണ്ട് അതുപോലെയുള്ള മറ്റൊരു ചുവർ ചിത്രം താൻ തയ്യാറാക്കാമെന്ന് രണ്ടാമൻ പറഞ്ഞു. ചിത്രരചന പൂർത്തിയായി. രാജാവ് ചിത്രങ്ങൾ കാണുവാൻ എത്തി. അദ്ദേഹം തിരശീല മാറ്റി നോക്കി. എന്തതിശയം! പ്രശസ്ത ചിത്രകാരൻ വരച്ച മഹാഭാരത ദൃശ്യം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അതേ നിറങ്ങളിൽ എതിരെയുള്ള ഭിത്തിയിലും വരച്ചിരിക്കുന്നു. ആദ്യത്തെ ആൾ ചിത്രം വരയ്ക്കുമ്പോൾ രണ്ടാമൻ തനിക്ക് വരയ്ക്കേണ്ട ഭിത്തി മിനുസപ്പെടുത്തുകയായിരുന്നു. അയാൾ ബ്രഷും ചായവും ഉപയോഗിച്ചില്ല. കണ്ണാടി പോലെ ഭിത്തി മിനുസപ്പെടുത്തി നിങ്ങളുടെ മനസ്സും ശുദ്ധീകരിക്കുക. ഈശ്വരനും അദ്ദേഹത്തിന്റെ അതുല്യ മഹിമയും നിങ്ങളുടെ ഹൃദയതർപ്പണത്തിൽ പ്രതിഫലിക്കും. സായിരാം ചേച്ചി. സായിരാം. അനിത ഓഫ് ചെയ്യണേ, വീഡിയോ ഓഫ് ചെയ്യണം. അനിത, ശ്രീമതി അനിത, നളിനി രണ്ടാളും വീഡിയോ ഓഫ് ചെയ്യൂ. ഷീബ വന്നിട്ടുണ്ട്. താങ്ക് യു ഷീബ. ഷീബ, ഞാനിങ്ങനെ കഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പറഞ്ഞോളൂ കേട്ടോ, അനുഭവങ്ങൾ പറഞ്ഞോളൂ. പാടുകയും വേണം. ഭഗവാന്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് പാട്ട് പാടണം. പറഞ്ഞോളൂ സായിരാം. ഓഡിയോ ഓൺ അല്ല, ഓഡിയോ ഓൺ ചെയ്യൂ. ഓഡിയോ. എൻ്റെ സായിരാം. എൻ്റെ പേര് ഷീബ, ഹസ്ബൻഡിന്റെ പേര് ദിനേശ്, 2 മക്കൾ ദീക്ഷിത്, ദൃശ്യ, 3 പേരമക്കൾ ശിവ്, ആദിദേവ്, ശിവാമൃത്. എല്ലാം ബാബയുടെ അനുഗ്രഹം. ഒരു ഫോട്ടോയുടെ രൂപത്തിലായിരുന്നു ബാബ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. ആ ഫോട്ടോ തൊട്ട് നമസ്കരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങൾ ഭജനത്തിലൂടെയാണ് ബാബയായിട്ട് എടുത്തത്. റേഡിയോസായും കാണുമായിരുന്നു. 2010-ൽ നടന്ന ചില കാര്യങ്ങൾ ഞാൻ 2010-ൽ നടന്ന ചില കാര്യങ്ങൾ ഞാൻ വിവരിക്കാം. 2010 ഫെബ്രുവരി 12 ശിവരാത്രി ആയിരുന്നു. ഫെബ്രുവരി 13 എൻ്റെ പിറന്നാള്. ഞങ്ങൾ അബുദാബിന്ന് ശിവരാത്രിയും പിറന്നാളും ആഘോഷിക്കാൻ ഞാൻ മക്കളുമായി പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 3 പേരും പുട്ടവർത്തിയിലെത്തി. പിന്നെ അതിനിടയിലായിരുന്നു എനിക്ക് എൻ്റെ അച്ഛനമ്മയെ ഒരു വർഷത്തിൽ തന്നെ രണ്ടുപേരെയും നഷ്ടപ്പെട്ടത്. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു വിഷമത്തിലും ദുഃഖത്തിലൊക്കെ ആയിരുന്നു. ഒരുപാട് വിഷമിച്ചു. ആരും ഇല്ലാത്തൊരു അവസ്ഥ എന്ന ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാബയിൽ തന്നെ ആശ്രയം കണ്ടെത്താം എന്ന് കരുതി അങ്ങനെ പുട്ടവർത്തിയിൽ എത്തിയ സമയത്ത്
കുൽവന്ത് ഹാളിൽ ഇരിക്കുമ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ഇന്ന് മുതൽ നിങ്ങളാണ് എൻ്റെ അച്ഛൻ, ഇവിടെ ഇതാണ് എൻ്റെ വീട് എന്ന് ഒരു കുട്ടിയെ പോലെ ഞാൻ പലതും പറഞ്ഞ് സ്വയം സമാധാനപ്പെട്ടു. അങ്ങനെ ഇരിക്കെ പിന്നെ ചെറിയൊരു കുട്ടിയെ പോലെ ഞാൻ ബാബയോട് പല ചോദ്യങ്ങളും എൻ്റെ വിഷമങ്ങളും പലതും ഇങ്ങനെ പറയുന്നതിനിടയിൽ ബാബയോട് ഞാൻ പറഞ്ഞു, ഞാൻ മകളാണ്, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നു, പക്ഷെ ഒരച്ഛൻ എന്ന നിലയിൽ നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ലല്ലോ എന്ന് പല പരാതിയും വിഷമങ്ങളും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാനിവിടെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്, നിങ്ങൾ അവിടെ സ്റ്റേജിലും, ഇത് ശരിയാണോ എന്നൊക്കെയായിരുന്നു എൻ്റെ ചോദ്യം. ഒരു കുട്ടീനെ പോലെ ഞാൻ പലതും ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ബാബനോട് പലതും ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഭജനം തുടങ്ങി. ഭജനം 2-3 ഭജനം കഴിഞ്ഞതിന് ശേഷം ഈ പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഭജനം തുടങ്ങിയത്. അപ്പോൾ തന്നെ ഒരു ഭജനം വന്നു. അത് ഇതായിരുന്നു: ഗിരിധര ഗോപാല മുരളീധര ഹരേ ഗോവിന്ദ ഗോപാല ദാമോദര. ആ പാട്ട് കേട്ട ഉടനെ ഞാൻ പൊട്ടിക്കരഞ്ഞു. കരച്ചിലോട് കരച്ചിലായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ഭജനം കേട്ടിട്ട് എന്തിനാണ് കരയുന്നതെന്ന്. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ്റെ പേര് ദാമോദരൻ എന്നാണ്. അപ്പൊ ബാബ എനിക്ക് മനസ്സിലാക്കി തന്നത് ആ ഭജനത്തിലൂടെ എന്താണെന്ന് വെച്ചാൽ ബാബ ഇനി എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണെന്നാണ്. അപ്പൊ പിന്നെയും ഞാൻ ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ, ഞാൻ ഓഡിയൻസിൽ ഇരിക്കുന്നു, അപ്പുറം ബാബയുടെ കസേലയുടെ അടുത്ത് ഞാൻ ഒരു പാവാടിയും ബ്ലൗസും ധാവണി ഉടുത്ത് മുടിയൊക്കെ പിരിച്ചിട്ട് 2 ഭാഗത്ത് മുടിയൊക്കെ റിബൺ കൊണ്ട് കെട്ടിയ ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി ബാബക്ക് ചുറ്റും ഈ പാട്ടിന്റെ കൂടെ ഓടിക്കളിക്കുന്നതും, ബാബന്റെ ചെയറിന്റെ ചുറ്റും ഓടിക്കളിക്കുന്നതും, മുകളില് ഫസ്റ്റ് ഫ്ലോറിലെ ടെറസിന്റെ മുകളിൽ പോയി ഓടിക്കളിക്കുന്നതും, ടെറസ് അല്ല ബാൽക്കണീന്റെ മുകളിൽ ഓടിക്കളിക്കുന്നതും ഒക്കെയാണ് ഞാൻ കണ്ടത്. അത് വർണ്ണിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് എങ്ങനെ വർണ്ണിച്ചാലും ഞാൻ കണ്ട ആ കാഴ്ചയോളം എത്തൂല. അത് കണ്ട് 2 പാട്ടിന് ഞാൻ ബാബയുടെ കൂടെ ചുവട് വെച്ച് ആ ബാബന്റെ കസേലക്ക് ചുറ്റും ഓടിക്കളിച്ച് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ബാബ തന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയ ഒരു എക്സ്പീരിയൻസ് ആണത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ബാബയോട് എൻ്റെ അടുത്ത ചോദ്യം, എൻ്റെ ബർത്ത്ഡേ അല്ലേ നാളെ, നോക്കട്ടെ ബാബ എങ്ങനെയാ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോന്നതെന്ന്. അപ്പോ എങ്ങനെയാ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോന്നത് എന്നായിരുന്നു എൻ്റെ ചോദ്യം. പാർട്ടിയൊക്കെ കൊടുക്കുമല്ലോ, ഒരു മോള് ബർത്ത്ഡേ ആകുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യണ്ടേ എന്നായിരുന്നു എൻ്റെ ബാബേനോടുള്ള ചോദ്യം. ഞാൻ നെക്സ്റ്റ് ഡേ രാവിലെ ശിവരാത്രി കഴിഞ്ഞ് അവർക്ക് പ്രസാദം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു. അപ്പം ബാബ ഒരു സേവാദൾ വന്നിട്ട് ഒരു ഇല തന്നു, അതിൽ ലെമൺ റൈസ് തന്നു. അപ്പൊ മനസ്സിൽ പിന്നെയും വന്ന ഒരു ചോദ്യം, ഒരു ചിന്ത, ബർത്ത്ഡേ അല്ലേ, മധുരം എന്തെങ്കിലും കൊടുത്താലല്ലേ ബർത്ത്ഡേ സെലിബ്രേഷൻ ആവുള്ളൂ എന്നായിരുന്നു. അപ്പോ അത് ഞാൻ ചിന്തിച്ചപ്പോ തന്നെ പായസം വേറൊരു സേവാദൾ വന്നിട്ട് പായസം വിളമ്പി. അപ്പൊ ഞാൻ ശരിക്കൊന്ന് ഞെട്ടി. ബിക്കോസ് എനിക്ക് ഇങ്ങനെ പായസവും ഇതെല്ലാം കൊടുക്കുന്ന തീരെ അറിവില്ലായിരുന്നു. അപ്പൊ എനിക്കതൊക്കെ ഒരു മിറാക്കിളായിരുന്നു. അപ്പൊ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ബാബാന്റെ ബർത്ത്ഡേ ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്തു എന്ന ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. ആഗ്രഹമല്ലേ, തീരൂലല്ലോ. പിന്നെയും അടുത്ത ആഗ്രഹം വന്നു, ബാബ ബർത്ത്ഡേ അല്ലേ, ഒരു അച്ഛൻ മകൾക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ ബർത്ത്ഡേ ആയിട്ട് എന്നായിരുന്നു അടുത്ത ചോദ്യം. അപ്പോ നെക്സ്റ്റ് ഡേ ഞാനും എൻ്റെ 2 മക്കളും കൂടിയിട്ട് പിന്നെ സദേൺ ക്യാൻറ്റീൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ നടന്നു വരുമ്പം അവിടെ നടന്നുകൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ റോഡ് ക്രോസ് ചെയ്തു അങ്ങേ വശത്തേക്ക് പോയി. അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൊരാള് വളരെ റെസ്റ്റ്ലെസ് ആയിരുന്നു. അയാളെ കയ്യിൽ ബുക്ക് ഉണ്ടായിരുന്നു.
അപ്പൊ ആ ബുക്ക് അയാൾ എനിക്ക് എൻ്റെ മുന്നിൽ വന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ബുക്ക് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ നിങ്ങൾ എനിക്ക് ഈ ബുക്ക് തരുന്നത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, എനിക്കിത് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ ബുക്ക് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് എവിടുന്നാ വാങ്ങിയതെന്ന് അവരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇത് ബുക്ക് സ്റ്റാളിനാ വാങ്ങിയതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ബുക്ക് സ്റ്റാളിൽ നിങ്ങളത് തിരികെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല, ബുക്ക് സ്റ്റാളിൽ ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവര് ബുക്ക് തിരിച്ചെടുക്കില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ പിന്നെ അയാൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. ഈ ബുക്ക് എങ്ങനെങ്കിലും ഒന്ന് അയാളെ കയ്യിൽ നിന്ന് അയാൾക്ക് ഒഴിവാക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അയാൾ. അപ്പൊ അയാള് അവസാനം ഇയാളെ വെപ്രാളം കണ്ടപ്പോ ബുക്കല്ലേ എന്ന് കരുതി ഞാനത് വാങ്ങി ബുക്കും എടുത്ത് മക്കളെയും കൂടെ ഞാൻ നടന്ന് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ ഞാൻ വെറുതെ ആ ബുക്ക് ഒന്ന് തുറന്നു നോക്കി. ഇതാണ് ആ ബുക്ക്. ഒരു ഹിന്ദി ബുക്കും ഒരു ഇംഗ്ലീഷ് ബുക്ക്. അപ്പൊ ഈ ബുക്ക് ഞാൻ എടുത്തതിന് ശേഷം ഇത് തുറന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ കണ്ടത് വിത്ത് ലവ് ബാബ എന്നായിരുന്നു. അന്നേരാണ് എനിക്ക് സംഭവം എല്ലാം പിടികിട്ടിയത്. അതായത് ഇത് ബാബ എനിക്ക് ഗിഫ്റ്റിന് ഞാൻ ആവശ്യപ്പെട്ടപ്പോ എനിക്ക് ഗിഫ്റ്റായിട്ട് ബാബ തന്ന ബുക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞും ഗിഫ്റ്റ് കിട്ടി. എല്ലാം കഴിഞ്ഞ് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ഗിഫ്റ്റ്. അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വിത്ത് ലവ് ബാബ എന്ന് കണ്ടപ്പോഴാണ് സ്ട്രൈക്ക് ആയത്. അതായത് ഞാൻ ബാബനോട് ഗിഫ്റ്റ് ആവശ്യപ്പെട്ടിരുന്നുവല്ലോ, അപ്പം അതാണ് ബാബ എനിക്ക് ഈ രൂപത്തിൽ എൻ്റെ അടുത്ത് എത്തിച്ചത് എന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുട്ടവർത്തി നാട്ടിലേക്ക് പുറപ്പെടാൻ സമയമായി. അപ്പം പുട്ടവർത്തിയിൽ നിന്ന് പിന്നെ ഒരു ചിന്ത വന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഭംഗിയായി കഴിഞ്ഞു, പക്ഷെങ്കിലും മകളുണ്ടായിരുന്നു കൂടെ, മകൻ ഉണ്ടായിരുന്നു കൂടെ, പക്ഷെങ്കിലും ഭർത്താവില്ല അടുത്തുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതിനൊരു പൂർണ്ണത കിട്ടിയില്ലല്ലോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ വന്ന ചെറിയൊരു വിഷമം വന്നതങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ പുട്ടവർത്തിയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോ അവിടെ മരുമകൻ സായി വിശാൽ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ചെറിയൊരു ഒരുക്കത്തിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അതിനുശേഷം അവൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അതൊരു വലിയ സ്ലാബ് ചോക്ലേറ്റ് ആയിരുന്നു. അപ്പം ആ സമയത്ത് ഈ ബാംഗ്ലൂരിൽ ഈ ചോക്ലേറ്റിന്റെ മുകളിൽ ഫോട്ടോ എംബാബ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ചോക്ലേറ്റിന്റെ മുകളിൽ അവർ ഫോട്ടോ എംബാബ് ചെയ്യും, അത് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. അപ്പൊ എനിക്ക് ആ ഫോട്ടോ തന്നപ്പോ ഞാൻ അത് തുറന്നു നോക്കിയപ്പോ ഞാൻ കണ്ടത് അതിലുണ്ടായിരുന്ന ഫോട്ടോ കണ്ടു എൻ്റെ കണ്ണ് നിറഞ്ഞു. അതിലുണ്ടായ ഫോട്ടോ ഇത് എൻലാർജ് ചെയ്തിട്ട് എടുത്തതാണ്. ഇതിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എനിക്ക് കേക്ക് വായിൽ വെച്ച് തരുന്ന ഹസ്ബൻഡ്, അടുത്ത മകന് എല്ലാവരുമായി കുടുംബം മുഴുവൻ ഉള്ള ഒരു ഫോട്ടോ ആയിരുന്നു സായി വിശാലിനെ കൊണ്ട് ബാബ സെലക്ട് ചെയ്യിപ്പിച്ചത്. ഇനിയിപ്പോ എനിക്ക് ബാബനോട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നുവോ എന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ. അതാണ് ബാബ. ഞങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എല്ലാം നമ്മൾ പോലെ കൽപ്പവൃക്ഷം മാതിരി എന്ത് ചോദിച്ചാലും എന്ത് ചിന്തിച്ചാലും ബാബ ഞങ്ങൾക്ക് കൊണ്ടുതരുമല്ല, ബാബ ഞങ്ങൾക്ക് വേണ്ടുന്ന പോലെ എല്ലാം ചെയ്തു തരും. ബാബനെ ഇതുവരെ ഞാൻ സ്വാമി എന്ന് വിളിച്ചിട്ടില്ല. ബാബ എനിക്ക് ബാബ മാത്രമാണ്. ബാബ എന്ന് പറഞ്ഞാൽ അച്ഛൻ. ഒരു മകൾക്ക് അച്ഛനോടുള്ള സ്വാതന്ത്ര്യം ലോകത്ത് എവിടെയും ഉണ്ടാവില്ല. ഒരച്ഛൻ എന്ന നിലയിൽ ബാബ എന്നും എന്നെയും എൻ്റെ കുടുംബത്തിനെയും എൻ്റെ മക്കളെയും മക്കളെയും എല്ലാ വിധത്തിലും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷീബ പുട്ടപ്പത്തിൽ എത്തിയതും കൂടെ ഒന്ന് പറയൂ, ഇവിടെ സെറ്റിലായ കാര്യം. അത് കുറച്ചൊക്കെ വലിയ കഥയാണ്. അത് കുഴപ്പമില്ല, കുറച്ച്. ഓക്കെ. പുട്ടവർത്തിയിൽ എത്തിയത് ഒരു സർപ്രൈസ് ആയിരുന്നു. 2 ദിവസം കൊണ്ട് ബാബ നിശ്ചയിച്ചിട്ട് ഞങ്ങൾ പുട്ടവർത്തിയിൽ സെറ്റിൽ ആവാൻ ഞങ്ങൾ സ്വയം പുട്ടവർത്തിയിൽ വരണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഒരു കാലത്തും പുട്ടവർത്തിയിൽ വന്ന് സെറ്റിൽ ആവണമെന്ന് അങ്ങനെ യാതൊരു ആഗ്രഹവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ദിവസം ഈ ഒക്ടോബർ നവരാത്രി സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഇവിടെ വന്നു. അപ്പൊ ഒരു സ്ത്രീ അവിടെ ഒരു വീൽ ചെയറിൽ ഇരുന്ന സ്ത്രീ എന്നോട് വെള്ളത്തിന് ചോദിച്ചു. അപ്പൊ അവര് വെള്ളം
വെള്ളം ഞാൻ അവർക്ക് കൊടുത്തു. അപ്പം എൻ്റെ കയ്യിലും ഹസ്ബൻഡിന്റെ കയ്യിലും റോസിന്റെ കുറച്ച് പെറ്റൽസ്, അതിന്റെയും ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്, റോസിന്റെ പെറ്റൽസ് കയ്യിൽ തന്നു. അപ്പൊ ഞങ്ങളത് വെഡിങ് ആനിവേഴ്സറി ബാബ ബ്ലസ് ചെയ്തതായിട്ട് കണക്ക് കൂട്ടി. അതിനുശേഷം നവരാത്രിക്ക് പൂജ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ലഡു വിതരണം ഉണ്ടായിരുന്നു പൂജ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ എനിക്കത് കിട്ടിയില്ല. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമം തോന്നി, അയ്യോ നവരാത്രി ആയിട്ട് എനിക്ക് ലഡു കിട്ടിയില്ലല്ലോ. അപ്പൊ തന്നെ ഒരു ലേഡി ആ ലേഡീന്റെ ലഡു എടുത്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തു. അതിലൊരു നുള്ള എനക്കും കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ കുൽവന്ത് ഹാളിന്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഈ ഇരിക്കുന്ന ബാക്ക് സൈഡിൽ മാർബിളിന്റെ ആ സ്ഥലത്ത് അവിടെ ഇരിക്കുമ്പോൾ ഒരു ലേഡി എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ലഡു വേണമെന്ന് ചോദിച്ചു. അപ്പൊ ആ ലേഡി ഹാഫ് ലഡു എടുത്ത് ഷെയർ ചെയ്തിട്ട് എനിക്ക് തന്നു. അതും കഴിഞ്ഞ് ഞാൻ വെസ്റ്റേൺ ക്യാൻറ്റീനിൽ പോയപ്പോൾ ഇന്ദിര എന്ന് പറഞ്ഞ ഒരു ലേഡി, ഇപ്പൊ എന്റെ ഫ്രണ്ടാണ്, ഇന്ദിര എന്ന് പറഞ്ഞ ലേഡി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സ്ത്രീ പേഴ്സ് പറഞ്ഞിട്ട് ലഡു എടുത്തിട്ട് പറഞ്ഞു, ഇതാ ഈ ലഡുവും കൂടി, നിനക്ക് ലഡു കിട്ടിയിട്ടില്ലല്ലോ, ഇന്ന് ഈ ലഡു എടുത്തു. എന്നിട്ട് ആ ലേഡിൻ്റെ അടുത്ത് 2 ലഡു ഉണ്ടായിരുന്നു. അപ്പൊ ആ ലേഡി എനിക്ക് ലഡു തന്നു. അങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇവിടെ വീടുകൾക്കൊക്കെ വളരെ പൈസ കുറവാണ്, അങ്ങനെ അത് വീടിനെ പറ്റിയിട്ട്. അപ്പൊ അവരെ ഹസ്ബൻഡ് ഒരു ഇതായിരുന്നു, എന്താ പറയാ, ബ്രോക്കറായിരുന്നു. അപ്പൊ ഞങ്ങൾക്കത് അറിയില്ല. അപ്പൊ ഞാൻ ആ വിവരം ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവിടെ വീടിനൊക്കെ ഭയങ്കര പൈസ കുറവാണ്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് ഇവിടെ സെറ്റിൽ ചെയ്തൂടെ. അപ്പം ഭർത്താവ് നാടുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഭർത്താവ് പുട്ടപർത്തിയിൽ സെറ്റിൽ ചെയ്യാൻ പറയാന്ന് വെച്ചാൽ അതൊരു അത്ഭുതത്തിൽ വരുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ ശരിക്കും തന്നെയാണോ പറയുന്നത് എന്ന് ഞാൻ ഭർത്താവിനോട് ചോദിച്ചു. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ശരിക്കും തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങള് നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിലേക്ക് തിരിച്ചു പോയ സമയത്ത് ഈ ഇന്ദിര എന്ന് പറഞ്ഞ അവരുടെ ഹസ്ബൻഡ് ബ്രോക്കർ ആയതുകൊണ്ട് അവര് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഉടനടി വരണം, നിങ്ങൾക്ക് ഞാൻ വീട് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ ആളെ ഫാമിലിയിൽ ആർക്കും സുഖമില്ലാത്തതുകൊണ്ട് ഇവര് പുട്ടവർത്തിയിലില്ല. അങ്ങനെ ഞങ്ങള് ബാബ ഞങ്ങളെ കൊണ്ട് വീട് നോക്കിച്ചു. ഞങ്ങൾക്ക് അറിയുന്ന ഒരാളല്ല, ഞങ്ങൾ പരിചയത്തിലുള്ള ഒരാള് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അതിന് ഫസ്റ്റ് ഈ വീട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിനുശേഷം ഒരു വില്ല കാണിച്ചു. പക്ഷെങ്കിൽ ബാബയുടെ അടുത്ത് നിൽക്കാൻ ഇതാണ് ഏറ്റവും സൗകര്യം എന്ന നിലയിൽ ഞങ്ങൾ ഈ അപ്പാർട്ട്മെന്റ് എടുത്തു. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കാണ്ട് തന്നെ ബാബ 2 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഇത് എടുക്കുന്നത്. അപ്പൊ ഓണർ തന്നെ പറയും, ഇതുവരെ എൻ്റെ ലൈഫിൽ 2 ദിവസം കൊണ്ട് ഒരാൾ ഫ്ലാറ്റ് എടുത്തതായിട്ട് ഞാൻ അറിയില്ല, നിങ്ങളാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഫ്ലാറ്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പുട്ടപർത്തിയിലെത്തിയത്. ബാബയോട് പണ്ട് പറഞ്ഞ പോലെ, ബാബ ഇതാണ് എൻ്റെ സ്വന്തം വീട് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇവിടെ പുട്ടപർത്തിയിൽ സ്വന്തം വീട്ടിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പറയുമ്പോ സൂക്ഷിക്കണം നമുക്ക്. അതെ എല്ലാം ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഏറ്റുപിടിക്കും. താങ്ക് യു സോ മച്ച്. ഇത് കഴിഞ്ഞിട്ട് ഒരു ഭജന പാടണേ, സ്വാമിയുടെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട്. రాముడు 36 విద్యలు నేర్చాడు. Rama has learned 36 forms of knowledge. రావణుడు కూడా తక్కువ వాడు కాదు. రావణుడు కూడా 36 విద్యలు నేర్చాడు. So also Ravana has learned. కానీ అట్టి రావణుడిని వాల్మీకి ఏమని పిలిచాడు? రావణో నామః మూర్ఖః అన్నాడు. Valmiki called Ravana as a fool number 1. రావణుడు మూర్ఖుడు అన్నాడు. Ravana is a fool. రాముడు దివ్యాత్మ స్వరూపుడు అన్నాడు. Rama is divine. అనగా ఈ దివ్యాత్మకు ఈ మూర్ఖత్వానికి ఉండేటువంటి కారణం ఏమిటి? What is the reason behind this? The divinity on one hand and foolishness. జీర్ణించుకోనకుండా, అనగా ఆచరణలో పెట్టకుండా కేవలము దుర్మార్గమైన మార్గంలో ప్రవేశపెట్టాడు. What Ravana did was all the knowledge and wisdom he acquired, he has not digested, he has not translated to action and proceeded in a wrong direction. చదివిన చదువును దుర్వినియోగపరుచుకున్నాడు రావణుడు. He misused all the education knowledge he had on hand. ప్రతి చిన్న విషయాన్ని కూడాను ఆచరణలో పెట్టి తాను ఆనందించి ఇతరులకు అందించాడు రాముడు. Rama practiced every little subtle principle that he has learned and set an ideal for man. లోకో సేవ హితే రతః అన్నాడు. ఈ లోకము యొక్క దీని లోపల సేవ చేసి హితాన్ని, లోకుని యొక్క హితాన్ని ఆశించాలి అన్నారు. In fact, it is said you should serve this society and you should pray for its welfare. లోకు సర్వే లోక హితే రతః సర్వే జ్ఞానైక సంపన్నః అన్నాడు రావణుడు.
అందరు కూడా జ్ఞాన స్వరూపులు కావాలి. That everyone be the embodiment of wisdom. సర్వే సముచిత గుణైహి అన్నాడు రాముడు. అందరు కూడాను పవిత్రమైనటువంటి గుణముల చేత మానవుడు పోషింపబడాలి. In fact, everyone should sustain himself by practicing sacred లోక values. హితాన్ని కోరటం ఒకటి, Desiring the welfare, పవిత్రమైన గుణములు కలిగి ఉండటం మరొకటి, sacred qualities, సంపూర్ణ జ్ఞానమును చేరి ఉండటం మరొకటి. and to attain the total wisdom are the three aspects ఈ మూడింటి necessary. ఎందే రాముడు దైవత్వాన్ని ప్రకటించుతూ వచ్చాడు. These are the three that are behind Rama that manifested his divinity. അതിനെ പാടിക്കോളൂ. ഭജന. ഗിരിധര ഗോപാല മുരളീധര ഹരേ, ഗിരിധര ഗോപാല മുരളീധര ഹരേ, ഗോവിന്ദ ഗോപാല ദാമോദര, ഗോവിന്ദ ഗോപാല ദാമോദര, ഗിരിധര ഗോപാല മുരളീധര ഹരേ, ഗോവിന്ദ ഗോപാല ദാമോദര, ഗിരിധര ഗോപാല മുരളീധര ഹരേ, ഗിരിധര ഗോപാല മുരളീധര ഹരേ, ഗോവിന്ദ ഗോപാല ദാമോദര ഹരേ, ഗോവിന്ദ ഗോപാല ദാമോദര, ഗിരിധര ഗോപാല മുരളീധര ഹരേ, ഗിരിധര ഗോപാല മുരളീധര ഹരേ, ഗോവിന്ദ ഗോപാല ദാമോദര ഹരേ, ഗോവിന്ദ ഗോപാല ദാമോദര, ഗിരിധര ഗോപാല മുരളീധര ഹരേ, ഗിരിധര ഗോപാല മുരളീധര ഹരേ, ഗോവിന്ദ ഗോപാല ദാമോദര ഹരേ, ഗോവിന്ദ ഗോപാല ദാമോദര ഹരേ, ഗോവിന്ദ ഗോപാല ദാമോദര, ഗിരിധര ഗോപാല മുരളീധര ഹരേ. സൈറാം, ഇനി വീഡിയോ ഓഫ് ചെയ്തോളൂ. സൈറാം, താങ്ക് യു സോ മച്ച്. സൈറാം. സായി ഉപമ, വീഡിയോ ഓഫ് ചെയ്തോളൂ. ഷീബ. ജഡത്തിന്റെയും ചിത്തത്തിന്റെയും സംയോജനമാണ് ശിവശക്തി എന്ന് അറിയുക. എല്ലാ ഉപകരണങ്ങളെയും പ്രവർത്തനക്ഷമമാക്കുന്ന വിദ്യുച്ഛക്തി പോലെ, വിദ്യുച്ഛക്തിയും വിദ്യുച്ഛക്തി കമ്പികളുടെയും സംയോജനം പോലെയാണ് അത്. ശിവശക്തി എന്നിൽ മാത്രമല്ല, എല്ലാവരിലും അടങ്ങിയിരിക്കുന്നു. അത് പ്രകടമാക്കുവാനുള്ള ശക്തിയിലും കഴിവിലും മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു മിന്നാമിനിങ്ങിന് വെളിച്ചത്തിന്റെ അല്പം ശക്തിയുള്ളതിനാൽ അത് വെളിച്ചം പ്രകടമാക്കുന്നു. എണ്ണ വിളക്കുകൾ, വിദ്യുച്ഛക്തി വിളക്കുകൾ, പെട്രോമാക്സ് വിളക്കുകൾ, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ ആദിയായി എല്ലാം പ്രകാശം പൊഴിക്കുന്നത് ആയ വസ്തുക്കളാണ്. അവയുടെ പൊതുവായ സ്വഭാവം പ്രകാശം പ്രസരിപ്പിക്കുക എന്നതാണ്. പക്ഷേ അവ ഓരോന്നിന്റെയും പ്രകാശം പ്രസരിപ്പിക്കുവാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. ജയ് സായിരാം. സായിരാം. ശാന്തി മന്ത്രം പറഞ്ഞോട്ടെ. ശാന്തി മന്ത്രം പറഞ്ഞോളൂ. സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.